പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വാർത്തകളും ചർച്ചകളും ഒക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പലരും ആരാണ് മത്സരാർത്ഥി എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്. പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. പാലക്കാട് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. സിനിമാ താരം രമേശ് പിഷാരടിയാകും പാലക്കാട് UDF സ്ഥാനാർത്ഥിയെ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. പാലക്കാട് സ്വദേശി കൂടിയായ പിഷാരടിക്കാണ് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണനയെന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമായിരുന്നു രമേശ് പിഷാരടി. വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി പങ്കെടുക്കാറുണ്ട്. ഷാഫി പറമ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനായിരുന്നു സാധ്യത കൂടുതൽ. എന്നാൽ പാലക്കാട് തീ പാറുന്ന മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് BJPയുടെ പുറപ്പാട്. അതിനുവേണ്ടി കരുത്തയായൊരു മത്സരാർത്ഥിയെ തന്നെ ഇറക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് ആരെ ഇറക്കിയാലും ഇക്കുറി മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഉയർത്തുന്നത്. 2021 BJP സ്ഥാനാർത്ഥിയായി എത്തിയ E. ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ നടന്നത്. ഒരു ഘട്ടത്തിൽ E. ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്ന് വരെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ BJPയുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ഷാഫി മണ്ഡലം നിലനിർത്തുകയായിരുന്നു. ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാം എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകൾ BJPയിൽ നടക്കുന്നുമുണ്ട്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇറക്കുമോ അതോ രമേശ് പിഷാരടി ഇറക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ സജീവമായിട്ടിരിക്കുമ്പോൾ BJP ഇറക്കാൻ പോകുന്നത് കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ ആണ് എന്നാണ് പറയുന്നത്. പത്മജ വേണുഗോപാലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് BJP നേതൃത്വം ഇപ്പോൾ പരിശോധിക്കുന്നത്. പത്മജയുടെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു. കടുത്ത ഭാഷയിലായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുലും പത്മജയും നേർക്കുനേർ വന്നാൽ കോൺഗ്രസ് വോട്ടുകളടക്കം മറിയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. പത്മജ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച C. കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. BJP സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ E. കൃഷ്ണദാസിന്റെ പേരും BJP പരിഗണനയിലുണ്ട്. സന്ദീപ് വാര്യർക്കും നറുക്കു വീണേക്കാം എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭ സുരേന്ദ്രന്റെ പേരും ചർച്ചയിൽ ഇടം പിടിക്കുന്നുണ്ട്.